Welcome back to my channel English Grammar Teaching and Learning. Today we are going to study Model Auxiliary Verbs. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മോഡൽ ഓക്സിലറി വെർബുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ്. കാരണം നിങ്ങളുടെ എക്സർസൈസിൽ അടുത്ത ഒരു എക്സർസൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് മോഡൽ ഓക്സിലറി വെർബുകളെ കുറിച്ചാണ്. We know auxiliary verbs can be classified into primary and secondary. Is, am, are, was, were, has, have, had, do, does, did, will, would, shall, should, can, could, may, might, must, need, dare, ought, used to. ഇത്രയുമാണ് ഇംഗ്ലീഷിലെ 24 ഓക്സിലറി വെർബ്സ്. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡൽ ഓക്സിലറി വെർബിനെ കുറിച്ചാണ്. ഷാൽ, ഷുഡ്, വിൽ, വുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, നീഡ്, ഡയർ, ought. ഇത്രയുമാണ് മോഡൽ ഓക്സിലറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത്. അതിൽ ആദ്യത്തെ ഐറ്റമാണ് ഷാൽ എന്ന് പറയുന്നത്. ഇനി മോഡൽ ഓക്സിലറി വെർബ്സിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് കനോട്ട് സ്റ്റാൻഡ് അലോൺ. വിൽ എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു മീനിങ്ങും ഇല്ല. ബട്ട് when we use it with a main verb, എപ്പോഴും മോഡൽ ഓക്സിലറിയെ ഫോളോ ചെയ്തിട്ട് ഒരു മെയിൻ വെർബ് വന്നിരിക്കും. ഉദാഹരണത്തിന് ഐ ഷൽ ഗോ, ഐ ഷൽ ഈറ്റ്, ഐ ഷൽ ജംപ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഷാൽ കഴിഞ്ഞിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നു? ഒരു പ്രിൻസിപ്പൽ വെർബ് അല്ലെങ്കിൽ ഒരു മെയിൻ വെർബ് ഉപയോഗിക്കുന്നു. അങ്ങനെയാണ്. അതാണ് ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മോഡൽ ഓക്സിലറി വെർബിനെ പിന്തുടരുന്ന ഒരു മെയിൻ വെർബോ ഒരു പ്രിൻസിപ്പൽ വെർബോ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇവ ഒറ്റയ്ക്ക് നിൽക്കില്ല, അതിനൊരു മീനിങ് ഇല്ലെന്നർത്ഥം. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയുക എന്ന് അർത്ഥം നമുക്ക് പറയാം, എങ്കിലും ക്യാൻ മാത്രം ഉപയോഗിച്ച് നമുക്കൊരു സെൻറ്റൻസ് എഴുതാനോ പറയാനോ കഴിയില്ല. അതിൻ്റെ കൂടെ ഐ ക്യാൻ എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ഗോ, എനിക്ക് പോകാൻ കഴിയും എന്ന് നമ്മൾ പറയും. രണ്ടാമത്തെ പ്രൈമറി ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ടു ബി ഫോംസിൻ്റെ കണക്ക് അതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫോം ഇല്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ വെർബായാലും ഓക്സിലറി വെർബ് ടു ബി ഫോം ആയാലും അതിന് V1, V2, V3, V4 എന്നിങ്ങനെ 4 ഫോംസ് ഉണ്ട്. പ്രസൻറ്റ് ടെൻസിൽ തന്നെ V1 ഇപ്പോൾ റൈറ്റ്, റൈറ്റ്സ്, റോട്ട്, റിട്ടൺ, റൈറ്റിംഗ്. അതുപോലെ നമ്മൾ ടു ബി ഫോം എടുത്താൽ ഈസ് അതിൻ്റെ പാസ്റ്റ് ഫോം വാസ്, ദെൻ ബീൻ, ദെൻ ബീയിങ് എന്നിങ്ങനെ 4ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇത് വില്ല് അതിൻ്റെ പാസ്റ്റ് ഫോം അല്ലാതെ വേറെ ഒരു ഫോം ഇല്ല. വില്ല്, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഹാഡ് ടു, നീഡ്, നീഡഡ്, ഡയർ, ഡയർഡ് ഇങ്ങനെ നമുക്ക് പറയാം എന്നുള്ളതല്ലാതെ ഈ V1, V2, V3 ഇങ്ങനെ ഉള്ള ഒരു കോണ്ടക്സ്റ്റ് ഇല്ല. അല്ലെങ്കിൽ അതിന് പാർട്ടിസിപ്പിൾസ് ഇല്ലെങ്കിൽ നമുക്ക് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പ്രസൻറ്റ് വെർബിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഇതിന് ഇല്ല. വിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല വുഡ് അല്ലാതെ. അതേസമയം ഒരു മെയിൻ വെർബ് എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഓക്സിലറി വെർബ് ഇപ്പോൾ ഉദാഹരണം റൈറ്റ്, റൈറ്റ്സ്, റോട്ട്, റിട്ടൺ, റൈറ്റിംഗ് എന്ന് പറയും. V1, V2, V3, V4. അതുപോലെ ഈസ്, വാസ്, ബീൻ, ബീയിങ് എന്ന് പറയാം. ഇവിടെ വില്ലിൻ്റെ കൂടെ ING ചേർക്കാനോ ഷാലിൻ്റെ കൂടെ ING ചേർക്കാനോ നമുക്ക് പറ്റില്ല അവിടെ. അതല്ലെങ്കിൽ V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇല്ല, പ്രസൻറ്റ് പാർട്ടിസിപ്പിളും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി മറ്റൊന്ന്, ഇതിൻ്റെ കൂടെ ഇപ്പം ടു ബി ഫോം, ടു ബി ഗോൺ, പോകപ്പെടണം എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടെ വില്ലിൻ്റെ കൂടെ നമുക്ക് ഒരു ഇൻഫിനിറ്റീവ് ഫോം ചെയ്യാൻ സാധ്യമല്ല. ടു വില്ലെന്നോ ഉദാഹരണത്തിന് ടു ഗോ, ടു ഈറ്റ്, ടു ഡ്രിങ്ക് എന്നൊക്കെ പറയാം. ഇവിടെ വില്ലിൻ്റെയും ഷാലിൻ്റെയും അല്ലെങ്കിൽ ഈ മോഡൽ ഓക്സിലറിയുടെ കൂടെ അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയുകയില്ല. ഇതൊക്കെയാണ് മോഡൽ ഓക്സിലറി വെർബിൻ്റെ പ്രത്യേകതകൾ. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഷാലിനെ കുറിച്ചാണ്. ഇപ്പം മോഡൽ ഓക്സിലറി പഠിക്കുമ്പോൾ നമ്മൾ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചാണ് പഠിക്കുന്നത്. ഒന്ന് on the basis of the personal pronouns, first person, second person, third person. ഇതാണല്ലോ 3 പേഴ്സൺസ് അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊനൗൺസിൻ്റെ ക്ലാസിഫിക്കേഷൻസ്.
Personal pronouns may be classified into three groups. First person I and we, you. Second person he, she, it, they, he, she, it, they are. Third persons. അതിൽ തന്നെ തേർഡ് പേഴ്സൺ സിംഗിൾ ഉണ്ട്, പ്ലൂറൽ ഉണ്ട്. ഹി, ഷീ, ഇറ്റ് സിംഗുലർ, ദേ പ്ലൂറൽ. യു സെക്കൻഡ് പേഴ്സൺ സിംഗുലർ ആസ് വെൽ ആസ് പ്ലൂറൽ. ഐ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, വി ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ. ഇവിടെ ഉപയോഗത്തിലുള്ള ചെറിയ വ്യത്യാസമുണ്ട്. ആദ്യം നമുക്ക് ഫസ്റ്റ് പേഴ്സണിൻ്റെ കൂടെ ഷാൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഐയുടെ കൂടെയും അതുപോലെ തന്നെ നമുക്ക് വിയുടെ കൂടെയും ഷാൽ അപ്ലൈ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ വി ആർ യൂസിങ് ഷാൽ വിത്ത് ഫസ്റ്റ് പേഴ്സൺ ആൻഡ് സെക്കൻഡ് പേഴ്സൺ ടു എക്സ്പ്രസ് ഫ്യൂച്ചറിറ്റി അല്ലെങ്കിൽ സ്ട്രോങ് ഡിറ്റർമിനേഷൻ. ഫ്യൂച്ചറിറ്റിയോ അല്ലെങ്കിൽ സ്ട്രോങ് ഡിറ്റർമിനേഷനോ കാണിക്കാൻ വേണ്ടി ഫസ്റ്റ് പേഴ്സൺ ഐയുടെയും വിയുടെയും കൂടെ നമ്മൾ ഷാൽ അപ്ലൈ ചെയ്യുന്നു. ഉദാഹരണം നോക്കിയേ. ഐ ഷാൽ ലീവ് ഫോർ കൽക്കട്ട ടുമോറോ. നാളെ ഞാൻ കൽക്കട്ടയ്ക്ക് പുറപ്പെടും. അപ്പോൾ അവിടെ ഐ ഷാൽ ലീവ് ഫോർ കൽക്കട്ട ടുമോറോ ഇതൊരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആയിട്ടാണ് ഇതിനെ കരുതുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിറ്റിയെ കാണിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നാളെ എന്നുള്ള ഈ ടുമോറോ എന്നുള്ള ടൈമിംഗ് അഡ്ജക്റ്റീവ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്ന ടുമോറോ നാളെ, അത് ഫ്യൂച്ചറിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഐ ഷാൽ ലീവ് ഫോർ കൽക്കട്ട ടുമോറോ, നാളെ ഞാൻ തീർച്ചയായിട്ടും കൽക്കട്ടയ്ക്ക് പോകും. അത് ഭാവിയെ കാണിക്കുന്നു, ഒപ്പം തന്നെ അതൊരു സ്ട്രോങ് ഡിറ്റർമിനേഷനെ കാണിക്കുന്നു. ദെൻ വി ഷാൽ ഡിസ്കസ് ദി മാറ്റർ വിത്ത് ദി പ്രിൻസിപ്പൽ. പ്രിൻസിപ്പളുമായിട്ട് ഈ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യും എന്നാ പറഞ്ഞത്. വി ഷാൽ ഡിസ്കസ് ദി മാറ്റർ വിത്ത് ദി പ്രിൻസിപ്പൽ. അവിടെയും ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷനെ സൂചിപ്പിക്കുന്നു, ഫ്യൂച്ചറിറ്റിയെ കാണിക്കുന്നു. അപ്പോൾ ഇവിടെ ഇൻ summary we can say shall is used with the first person I and we to show futurity or strong determination. Strong determination futurity കാണിക്കാൻ വേണ്ടിയാണ് ഷാൽ ഐയുടെ കൂടെയും വിയുടെ കൂടെയും അപ്ലൈ ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ കോണ്ടെക്സ്റ്റ്. ദെൻ കം ടു സെക്കൻഡ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സന്റെ കൂടെ ഷാൽ അപ്ലൈ ചെയ്താൽ അത് കമാൻഡിനെ കാണിക്കും. കമാൻഡ് ഇത് ഫ്യൂച്ചറിറ്റി കാണിക്കുന്നു, സ്ട്രോങ് ഡിറ്റർമിനേഷൻ കാണിക്കുന്നെങ്കിൽ ഇത് കമാൻഡിനെ കാണിക്കുന്നു. കമാൻഡ്. ഉദാഹരണം നോക്കിയേ. യു ഷാൽ ഗോ അറ്റ് വൺസ്. യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ ആണ്, ഹി തേർഡ് പേഴ്സൺ ആണ്. യു ഷാൽ ഗോ അറ്റ് വൺസ്. യു ഷാൽ ഗോ അറ്റ് വൺസ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകണം. അതൊരു കമാൻഡോ അല്ലെങ്കിൽ ഒരു ഓർഡർ രൂപത്തിലാണ് അതിനെ നമ്മൾ എടുക്കേണ്ടത്. യു ഷാൽ ഗോ അറ്റ് വൺസ്, അപ്പോൾ അവിടെ അതൊരു കമാൻഡാണ്. സെക്കൻഡ് പേഴ്സൻ്റെ കൂടെയോ തേർഡ് പേഴ്സൻ്റെ കൂടെയോ നമ്മൾ ഷാൽ ഉപയോഗിച്ചാൽ കമാൻഡിനെ സൂചിപ്പിക്കുന്നു. സെൻറ്റൻസിൻ്റെ ടോൺ അനുസരിച്ചാണ് അതിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ദെൻ ഹീ ഷാൽ ക്യാരി ഔട്ട് മൈ ഇൻസ്ട്രക്ഷൻസ്. അവൻ തീർച്ചയായിട്ടും എൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം. ഹീ ഷാൽ ക്യാരി ഔട്ട് മൈ ഇൻസ്ട്രക്ഷൻസ്, അവൻ തീർച്ചയായിട്ടും എൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം. അവിടെയും സെക്കൻഡ് പേഴ്സൺ ഹീയോടുകൂടി ഷാൽ അപ്ലൈ ചെയ്തിരിക്കുന്നു. ഇവിടെ ഷാൽ അപ്ലൈ ചെയ്തിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഷാൽ കഴിഞ്ഞിട്ട് ഒരു പ്രിൻസിപ്പൽ വെർബ് അല്ലെങ്കിൽ മോഡൽ ആക്സിലറി വെർബിന് ശേഷം ഫോളോ ചെയ്യുന്നത് ഒരു പ്രിൻസിപ്പൽ വെർബാണ്, മെയിൻ വെർബാണ്. ഇവിടെ ഐ ഷാൽ ലീവ് എന്ന് പറയുന്നത്, ഇവിടെ ഡിസ്കസ് എന്ന് പറയുന്നത്, ഇവിടെ ഗോ എന്ന് പറയുന്നത്, ഇവിടെ ക്യാരി എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ രണ്ടാമത്തത് എന്താണ്? സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ എന്നിവയുടെ ഷാൽ ഉപയോഗിച്ചാൽ നമുക്ക് അതൊരു കമാൻഡായിട്ട് പരിഗണിക്കാം, അതൊരു കമാൻഡ് ഫോം ആവും. ദെൻ ഹി ഷാൽ ബി ഗിവൺ എ പ്രസന്റ് ഇഫ് ഹി പാസസ് ദിസ് ഇയർ. ഈ വർഷം പാസ്സാവുകയാണെങ്കിൽ അവന് ഒരു സമ്മാനം നൽകപ്പെടും തീർച്ചയാണത്. ഹി ഷാൽ ബി, ഇതെല്ലാം ഫ്യൂച്ചറിനെയാണ് കാണിക്കുന്നത്. ഹി ഷാൽ ബി ഗിവൺ എ പ്രസന്റ് ഇഫ് ഹി പാസസ് ദിസ് ഇയർ, അതൊരു പ്രോമിസിനെ കാണിക്കുന്നു. ഹി തേർഡ് പേഴ്സൺ ഉപയോഗിച്ചിരിക്കുന്നു. ദെൻ യു ഷാൽ ഗെറ്റ് എ മെഡൽ ഇഫ് യു സ്റ്റാൻഡ് ഫസ്റ്റ്. നീ ഒന്നാമനായി വന്നാൽ നിനക്ക് ഒരു മെഡൽ നൽകപ്പെടും. യു ഷാൽ ഗെറ്റ് എ മെഡൽ ഇഫ് യു സ്റ്റാൻഡ് ഫസ്റ്റ്, അവിടെ അതൊരു പ്രോമിസിനെയാണ് കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് കം ടു നെക്സ്റ്റ് എക്സാമ്പിൾ. യു ഷാൽ റിഗ്രറ്റ് ദിസ്. ഇതിൽ നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരും. അതൊരു ത്രെട്ടാണ്, ഭീഷണിയെ കാണിക്കാൻ വേണ്ടിയാണ് അവിടെ ആ സെന്റൻസിൽ ഷാൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ദെൻ ഹി ഷാൽ ബി ഡിസ്മിസ്ഡ് ഫോർ നെഗ്ലിജൻസ് ഓഫ് ഡ്യൂട്ടി. ഡ്യൂട്ടി അവഗണിക്കപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഡിസ്മിസ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ സ്ഥാനത്ത് നീക്കം ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു ഭീഷണി മുഴക്കുന്നു. ദെൻ നെക്സ്റ്റ് യു ഷാൽ അപ്പോളജൈസ്.
അതൊരു ഡിറ്റർമിനേഷനെ കാണിക്കുന്നു. യു ഷാൽ അപ്പോളജീസ്, നിങ്ങൾ മാപ്പ് പറയണം. എവറിത്തിങ് ഷാൽ ബി ഡൺ അക്കോർഡിംഗ് ടു ലാ, എല്ലാം നിയമാനുസരണം ചെയ്യണം, അതും ഒരു ഡിറ്റർമിനേഷനെ കാണിക്കുന്നു. ഇൻ ഷോർട്ട് വി കൻ സേ ഷാൽ ഈസ് യൂസ്ഡ് ഫോർ ദീസ് ഫോളോയിങ് പർപ്പസസ്. ഫസ്റ്റ് വൺ, futurity or strong determination. Then next one, command with the second and third persons. Then promise with the second and third persons. Then threat with the second and third persons. Then last one, ഡിറ്റർമിനേഷൻ, ഒരു തീരുമാനത്തെ സൂചിപ്പിക്കാൻ വേണ്ടി. സ്ട്രോങ് ഡിറ്റർമിനേഷൻ അല്ല, ഒരു ഡിറ്റർമിനേഷനെ കാണിക്കാൻ വേണ്ടി, തീരുമാനത്തെ കാണിക്കാൻ വേണ്ടി. അതാണ് എവറിത്തിങ് ഷാൽ ബി ഡൺ അക്കോർഡിംഗ് ടു ലാ, നിയമം അനുസരിച്ച് ചെയ്യണം എന്നൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നു. സോ ഇതാണ് നമുക്ക് ഷാൽ എന്ന മോഡൽ ആക്സിലറി വെർബിൽ നിന്ന് മനസ്സിലാവുന്നത്. വൺസ് അഗെയിൻ ഒന്നുകൂടെ ഞാൻ പറയാം. ഷാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതൊരു മോഡൽ ഓക്സിലറി വെർബ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഷാൽ ആരാണെന്ന് ചോദിച്ചാൽ അതൊരു മോഡൽ ഓക്സിലറി വെർബാണ്. പിന്നെ അത് ഫസ്റ്റ് പേഴ്സണിലൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്യൂച്ചറിറ്റിയെ കാണിക്കാൻ വേണ്ടിയും സ്ട്രോങ് ഡിറ്റർമിനേഷനെ കാണിക്കാൻ വേണ്ടിയും ഉപയോഗിക്കുന്നു. ഇതെല്ലാം ഫ്യൂച്ചറിറ്റി ആണെങ്കിലും അവിടെ സ്ട്രോങ് ഡിറ്റർമിനേഷനാണ് ഫസ്റ്റ് പേഴ്സൺ ഐയുടെയും ബിയുടെയും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കമാൻഡ്, അതും ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നിവയോട് കൂടി ഷാൽ അപ്ലൈ ചെയ്താൽ കമാൻഡിനെ സൂചിപ്പിക്കും, പ്രോമിസിനെ സൂചിപ്പിക്കും, ത്രെറ്റിനെ സൂചിപ്പിക്കും, ഡിറ്റർമിനേഷനെ സൂചിപ്പിക്കും. ഉദാഹരണമാണ് നമ്മൾ ഈ കണ്ടത്. So I hope that you understood the functions of shall, model auxiliary shall. Okay, please share, subscribe and support me. Thank you so much.